So welcome back to my YouTube channel and welcome to Wedding Series 5. ഇന്ന് എൻ്റെ അറബിക് നൈറ്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ആയിട്ടല്ല നടത്തുന്നത്, ഷൂട്ടായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഈവനിങ്ങിലായിരിക്കും നമ്മൾ ആ ഷൂട്ട് നടക്കുക. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെയൊക്കെ എണീറ്റു അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എനിക്ക് ആകെപ്പാട് വലിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഈ അറബിക് നൈറ്റിന് നമ്മൾ ഡേറ്റ് മാറ്റിയിട്ടാണ് ഈ ഒരു ഡേറ്റിൽ ഇപ്പോൾ ഈ ഫംഗ്ഷൻ കൊണ്ടുവന്ന് വെച്ചിരിക്കണത്. കാരണം ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മൾ പോയി മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഒരു വിധമാക്കിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഡ്രസ്സ്. അപ്പോൾ എന്തായാലും അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ അറബിക് നൈറ്റിൻ്റെ ഒരു ഫുൾ വ്ളോഗായിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ കുറേ ഞാൻ പെട്ടൊരു ദിവസവും കൂടി ആയിരുന്നു കേട്ടോ ഇന്ന്. നമുക്ക് കറക്റ്റ് ടൈമിൽ കോസ്റ്റ്യൂമൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെൻ്റെ കൊച്ചുമ്മ ചെയ്ത് തന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, സിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രണ്ട്സും. സോ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇട്ട് നമ്മൾ ശരിയാക്കിയതാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ലുക്ക്. അതിനുശേഷം ക്യാമറാമാൻസൊക്കെ കറക്റ്റ് ടൈമിലെത്തി. പിന്നെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ അരിക്കുത്തും അറബിക് നൈറ്റും ഞാൻ നേരത്തെ തന്നെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊക്കെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ടൊന്നും പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ലാസ്റ്റ് ടൈമിൽ സെറ്റ് ചെയ്തൊരു കോസ്റ്റ്യൂമാണ്. ഈ കളർ കോമ്പിനേഷൻ പോലും ചേരുമോ എന്ന് പോലും എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പോയിട്ട് മെറ്റീരിയലൊക്കെ എടുത്തു. ആ ഒരു നൈറ്റ് കൊണ്ടാണ് എൻ്റെ ഉമ്മേൻ്റെ സിസ്റ്റർ ഇതെനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഞാൻ വിചാരിച്ചതിനേക്കാളും പൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇപ്പോൾ തന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണത് എൻ്റെ മെഹന്തി ഡേയുടെ അന്നാണ് കേട്ടോ. കാരണം ഇത് എന്നോ കഴിഞ്ഞ ഷൂട്ടാണ്. പക്ഷേ എനിക്ക് വ്ളോഗൊന്നും കറക്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറേ ലാഗായിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ അപ്പോൾ ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ചെക്ക് ചെയ്താൽ മതി. അതിൽ എൻ്റെ എല്ലാ ഫങ്ഷൻസിൻ്റെയും ഫോട്ടോയും വീഡിയോയും ഒക്കെ സ്റ്റോറിയും പോസ്റ്റും ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ എൻ്റെ ഓൾമോസ്റ്റ് 4 ഫങ്ഷൻസാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രീ വെഡിങ് ഷൂട്ടും ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളിതൊരു ഈവനിങ്ങിലാണ് ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 9 മണി ആ ഒരു ടൈം ആയപ്പോഴാണ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. പിന്നെ അങ്ങനെ നമ്മൾ 6 മണിക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചായയും അതുപോലെ തന്നെ പൊരിപ്പുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വാപ്പിച്ചി. അങ്ങനെ പിന്നെ അതൊക്കെ നമ്മൾ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഫുള്ളിങ്ങനെ ഒരു ഷൂട്ട് മൂഡിലൊന്നും ആയിരിക്കില്ല. അതിൻ്റെ ഇടയ്ക്കും കുറേ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ അറബിക് നൈറ്റിൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. സോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണും വരെ ബൈ.